ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത കത്തോലിക്ക സഭ. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ദീപികയിൽ മുഖപ്രസംഗം. ഇടയലേഖനം വായിച്ച് ഇരിങ്ങാലക്കുട രൂപത. ജാമ്യത്തെയും കേസിനെയും ചൊല്ലി ബിജെപി നിലപാടിനോട് യോജിക്കാതെ ഹിന്ദു സംഘടനകൾ. മകൻ അബു ജോസഫിനെ പിൻഗാമിയാക്കി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഒരുങ്ങി പി.ജെ. ജോസഫ്. തൊടുപുഴയിൽ അപ്പു സ്ഥാനാർത്ഥിയായേക്കും. മണ്ഡലത്തിൽ സജീവമായി. പാർട്ടി നേതാക്കൾക്കിടയിലും തലമുറ മാറ്റത്തിന് ധാരണ. സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ ഏകപക്ഷീയമായി തീരുമാനിക്കരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് സർക്കാർ. രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തി പി രാജീവും ആർ ബിന്ദുവും. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ. മലയാളത്തിന്റെ സാനുമാഷ ഓർമ്മയാകുന്നു. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് രവിപുരം ശ്മശാനത്തിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള പ്രമുഖർ. ആലപ്പുഴയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനുമായി നാളെ ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടിൽ തെളിവെടുപ്പ്. സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള ഇടങ്ങളിലും എത്തിക്കും. ധർമ്മസ്ഥലയിൽ മണ്ണു നീക്കിയുള്ള പരിശോധന നാളെ തുടരും. പകരച്ചുങ്കം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യ ഏറ്റുമുട്ടലിനില്ല. വ്യാപാര കരാറിൽ സംയമനം പാലിക്കും. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കില്ല. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി സ്വദേശി മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വിശദമായ വാർത്തകൾ നോക്കാം. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിവാദത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ കത്തോലിക്ക സഭ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നതാണ് ബിജെപിയുമായുള്ള എല്ലാ സഹകരണവും ഉപേക്ഷിക്കാൻ ക്രൈസ്തവ സഭയെ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ മുന്നിട്ടിറങ്ങിയതോടെ പരിവാർ സംഘടനകൾ ഒന്നടക്കം ബിജെപി നേതൃത്വത്തിനെതിരെയും രംഗത്തെത്തുന്നു. കന്യാസ്ത്രീകൾ നിരപരാധികളല്ല. ഒരു ബെയില് കിട്ടി എന്നുള്ള കാരണത്താൽ ഒരാൾ നിരപരാധികളാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന എല്ലാ കേസുകളിലെ എല്ലാ പ്രതികളും നിരപരാധികളാണല്ലോ. ഹിന്ദു വിരുദ്ധമായ നടപടി കേരളത്തിലെ ബിജെപി അല്ല, ഇന്ത്യയിലെ ബിജെപി കാണിച്ചാലും തെറ്റ് തന്നെയാണ്. ഞങ്ങളുടെ നയമാണ് പറഞ്ഞത്, വിശ്വ ഹിന്ദുപക്ഷത്തിന്റെ നയമാണ്. ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള പിന്തുണ ആര് കൊടുത്താലും അതിനെതിരെ പ്രതികരിക്കാനുള്ള കരുത്തും കഴിവുമുള്ള പ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദുപക്ഷം. ഞങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഞങ്ങൾ വൃത്തിയായി പൂർത്തീകരിച്ചു. ഒരു അന്വേഷണ ഏജൻസിക്ക് ഡയറക്ഷൻ കൊടുക്കാൻ അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ സ്റ്റേജിൽ ഇവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യണോ ആ സഹായം നമ്മൾ ചെയ്യും. ബിജെപിക്കെതിരെ കടുത്ത രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇടത് വലത് കേന്ദ്രങ്ങൾ ലക്ഷ്യം വഹിക്കുന്നത്. ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ ബിജെപി തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, സംസ്ഥാന ബിജെപി എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത കുരുക്കിലാണെന്ന് തോന്നുന്നു. പഴമൊഴിയായി പറയാറുണ്ടല്ലോ, ഉത്തരത്തിലുള്ളത് പോവുകയും ചെയ്തു, കക്ഷത്തുള്ളതും കിട്ടിയില്ല, ഉത്തരത്തിലുള്ളതുമില്ല എന്ന അവസ്ഥയായി. ക്രൈസ്തവ സംഘടനകളെ സഹായിക്കാൻ പോയി, അവിടെ അവരും പക്ഷെ വിശ്വസിക്കുന്നില്ല. അതേസമയം സ്വന്തം സംഘപരിവാറിനകത്ത് തന്നെ വലിയ വിമർശനമുണ്ടാവുന്നു. ബിജെപി ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ കുറ്റം പറയുന്നു. ചുരുക്കത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇപ്പോൾ ബിജെപി നേരിടുന്നത്?
തീർച്ചയായും ശ്രീജ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. ബി.ജെ.പിയുടെ ഒരു ദീർഘകാല രാഷ്ട്രീയ പദ്ധതി അത് പൂർണ്ണമായും പരാജയപ്പെടുന്നോ പാളുന്നോ എന്നതാണ് ഇതുവരെ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയ ചിത്രം. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയെ അടുപ്പിക്കാൻ വേണ്ടി അവർ ദീർഘനാളുകളായി കരിപ്പിടിപ്പിച്ചു കൊണ്ടുവന്ന പല രാഷ്ട്രീയ നീക്കങ്ങളും പൊളിയുന്നത് ഈ സംഭവത്തിലാണ്. കാരണം അവിടെ ക്രൈസ്തവ സഭയ്ക്ക് ഇപ്പോൾ ബി.ജെ.പിയുടെ നീക്കത്തിൽ വിശ്വാസ്യതയില്ല എന്ന നിലപാടിലേക്ക് അവർ വരുന്നു എന്ന് മാത്രമല്ല, എക്കാലവും രാജ്യത്തെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിരവധി ഉണ്ടാകുമ്പോഴും അന്ന് കേരളത്തിലൊക്കെ അതിൻ്റെ പ്രതിഷേധ പരിപാടി ഉണ്ടായതാണ്. ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും ചുട്ടരിക്കപ്പെട്ട സംഭവം അടക്കം പലവട്ടവും ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. പക്ഷേ സമീപ നാളുകളിലൊന്നും ഇത് ചർച്ച ചെയ്യപ്പെടാതിരുന്ന, ഇത് ഓർത്തെടുക്കാതിരുന്ന കത്തോലിക്ക സഭ ഇപ്പോൾ അത് ഓർത്തെടുക്കുന്നു എന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ദീപികയിലെ ലേഖനത്തിലടക്കം ഇത് കൃത്യമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടയലേഖനങ്ങളിലടക്കം സംഘപരിവാർ അജണ്ട ചൂണ്ടിക്കാണിക്കുന്ന നിലപാടുകൾ കത്തോലിക്ക സഭ പൊതുവിൽ സ്വീകരിക്കപ്പെടുമ്പോൾ കത്തോലിക്ക സഭ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി.ജെ.പി നടത്തിയിരുന്ന ആ നയതന്ത്രം പൂർണ്ണമായും പാളുന്നു എന്ന ചിത്രമാണ് നിലവിലുള്ളത്. ഇതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഈ ജാമ്യം ലഭിക്കാനടക്കം, കന്യാസികൾക്ക് ജാമ്യം ലഭിക്കാനടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെട്ട ബി.ജെ.പി നേതൃത്വത്തിൻ്റെ നിലപാട് പരിവാർ സംഘടനകൾ ഒന്നടങ്കം ചോദ്യം ചെയ്യുന്നു എന്ന നിലപാട്. അത് വളരെ പ്രതിഷേധമായി പരസ്യമായി തന്നെ അവർ ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ബി.ജെ.പിക്ക് അവരുടെ പരമ്പരാഗത മേഖലയിൽ നഷ്ടമുണ്ടാകുന്നു എന്ന് മാത്രമല്ല, പുതിയ ലക്ഷ്യം വെച്ച ഇടങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം. ഒപ്പം ഈ സമീപ നാളുകളിൽ കൂടുതൽ ക്രൈസ്തവ മുഖങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം പുനഃസംഘടിപ്പിക്കപ്പെട്ടതടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളും പരസ്യമാക്കപ്പെടുന്നുണ്ട്. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി.ജെ.പി എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഇനി അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും എന്നതാണ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി. തൊടുപുഴയിൽ പി.ജെ. ജോസഫിന് പകരക്കാരനാകാൻ മകൻ അപ്പു ജോസഫ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പുവിനെ കളത്തിൽ ഇറക്കാനാണ് ആലോചന. കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഇക്കാര്യത്തിൽ ധാരണയായെന്നാണ് സൂചന. പി.ജെ. ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പകരം അബു ജോസഫിനെ തൊടുപുഴയിൽ ഇറക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ധാരണ. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ നേതൃനിരയിൽ ഉള്ളവരുമായി ഇക്കാര്യത്തിൽ ധാരണയായതായാണ് വിവരം. ഇതിനകം തന്നെ തൊടുപുഴയിൽ നിറഞ്ഞ സാന്നിധ്യമായി അബു മാറിക്കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും വിവിധ പരിപാടികളിൽ അബുവിനെ സജീവമാക്കി പാർട്ടി നിർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ തലപ്പത്ത് പി.ജെ. ജോസഫ് തന്നെ തുടരുമെന്നാണ് സൂചന. ചെയർമാൻ സ്ഥാനത്തേക്ക് അബുവിനായി ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കിയാൽ മുതിർന്ന നേതാക്കളുടെ കടുത്ത എതിർപ്പുണ്ടാകുമെന്നാണ് സൂചന. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്ത്രപരമായ നീക്കം. അതേസമയം ജോസഫിന് പിന്നാലെ അബുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായ ചില നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ഈ എതിർപ്പ് കൂടുതൽ ശക്തമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നീക്കം. ഭാവിയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അബുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സർവകലാശാലകളിലെ സ്ഥിരം വി.സി നിയമനത്തിൽ സമവായ നീക്കം വേണമെന്ന ആവശ്യവുമായി മന്ത്രിമാർ ഗവർണറെ കണ്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിലെ സ്ഥിരം വി.സി നിയമനത്തിൽ സമവായം വേണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിമാർ വീണ്ടും ഗവർണറെ കണ്ടത്. IT നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോട് രാജ്ഭവനിലെത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടു. സ്ഥിരം വി.സി നിയമനത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സമവായത്തിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി.സി നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന നിലപാടും ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാല പ്രതിസന്ധിയിൽ പ്രതികരിക്കാനില്ലെന്നും എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണമെന്നുമായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ട മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will not be proper for me to make any comment. I only wish that we all respect law. അതേസമയം സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മന്ത്രിമാർക്ക് മറുപടി നൽകി. സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷവും ഗവർണർ സമവായത്തിന് തയ്യാറായിരുന്നില്ല. സർവകലാശാലകളിൽ മുതിർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഇതിലൂടെ ഗവർണറുമായി സമവായ പാതയിൽ എത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു.
അതിനിടെ കേരള സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ഇടപെടരുതെന്ന് VC നിയോഗിച്ച രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പൻ സർക്കുലർ ഇറക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സെബാസ്റ്റ്യൻ സൈക്കോ കില്ലറോ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ച് നാളെ തെളിവെടുപ്പ് നടത്തും. സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള കൂടുതൽ ഇടങ്ങളിലും തെളിവെടുപ്പുണ്ടാകും. ചേർത്തലയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. നാളെ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെബാസ്റ്റ്യൻ്റെ വീടും പരിസരവുമെല്ലാം തന്നെ നാളെ പരിശോധിക്കുകയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു പരിശോധന ഇതായിരിക്കും. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ വീടും അതിൻ്റെ പരിസരങ്ങളുമെല്ലാമാണ്. ഈ വീട്ടിൽ തന്നെ വളരെയധികം നിഗൂഢതകളുടെ ഒരിടം എന്ന രീതിയിൽ തന്നെയാണ് പരിസരത്തുള്ളവരെല്ലാം തന്നെ ഇതിനെ പറയുന്നത്. കാരണം വല്ലപ്പോഴും ഇവിടേക്ക് എത്തുക, ഇയാൾ പലപ്പോഴും ഇതിനെ അവിടേക്ക് വരാറുണ്ട് എന്നെല്ലാം തന്നെ പറയുന്നു. ഈ പരിസരം ആകെ കാട് പിടിച്ച് കിടക്കുന്ന, ഇതിനകത്ത് നിരവധി കുളങ്ങളുള്ള, അങ്ങനെ ആ പരിസരത്തുള്ളവരാരും തന്നെ ഇങ്ങോട്ട് വരാത്തൊരിടമാണ് ഇത്. ഇതിനകത്തു നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് ഒരു കുഴിക്കകത്ത് നിന്ന് അസ്ഥികൾ കരിഞ്ഞ രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അത് മനുഷ്യൻ്റെ അസ്ഥികൾ എന്നതടക്കം സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവ് എന്ന രീതിയിലെല്ലാം തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ DNA പരിശോധനയടക്കം നടത്തേണ്ടതുണ്ട്. നിലവിൽ ജൈനമ്മ, അതോടൊപ്പം തന്നെ ബിന്ദു പത്മനാഭൻ, ഒപ്പം ഐഷ, ഈ 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ബിന്ദു പത്മനാഭൻ്റെ സ്വത്തുവകകൾ തട്ടിയെടുത്ത് എന്നുള്ളത് പരാതിയിൽ ഇയാൾ 1-ാം പ്രതിയാണ്. അത് വളരെ നേരത്തെ 2016 രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളൊരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ 4 കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് 2024 ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് വരുന്നത്. അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷനൊക്കെ അവസാനം ഇവിടെയാണ് എത്തിയത്. ആ അന്വേഷണമാണ് പിന്നീട് ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തിലേക്ക് വരുന്നത്. പിന്നീട് 3-മതൊരാൾ കൂടി ഐഷ, അവരെ കാണാതായതുകൂടി ഈ കേസിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാണാതായലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും കൃത്യമായൊരു പങ്ക് ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പരിസരത്ത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ അത് നിലനിൽക്കുകയാണ്. ഇവിടെ ആളുകൾ, ഈ പരിസരവാസികളും അത് തന്നെ പറയുന്നുണ്ട്. ഇയാളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും നേരത്തെയും തന്നെ ഇവിടെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. കോർട്ട് ഓർഡർ പറയാൻ സെർച്ചിന് വന്നത്, സെർച്ചിന് വന്ന അകത്ത് കയറി പരിശോധിച്ച് അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളെ കോണ്ടം കിടക്കുന്നത്. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിൽ പിന്നെ ഒരു ഓഫീസർ എടുത്തിട്ട് എന്താണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഈ പണി നിർത്തിയിട്ടില്ലെന്നോട് ചോദിച്ചു. അപ്പോൾ അവൻ കാരണം ഇപ്പോഴത്തെ ഒരു ഭാഗത്തിന് അന്ന് നിസ്സംഗനായത് കേട്ട് നിന്നാലാണ് വീടൊന്ന് വൃത്തിയില്ലാതെ കിടക്കുന്നത്. അപ്പോൾ അന്ന് സുരേഷ് എന്ന് പറഞ്ഞ ചോദിച്ചു ക്രൈംബ്രാഞ്ചിൽ നിന്ന്. പുള്ളി വെച്ച് തരം നിനക്ക് ഒന്ന് വൃത്തിയായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പിന്നെ സാർ പറഞ്ഞ സമയം ഹരിദാസ് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരുന്നത്, വീട് ഇതിനേക്കാൾ കഷ്ടമാണ് അവിടെ ഏറ്റുമാനൂർ, ഒരു വൃത്തിയില്ല. അപ്പോൾ കുറേയൊക്കെ എടുത്തായിരുന്നു. അവർക്ക് കിട്ടിയെന്നൊരു ഫോണാണ്. സാധാരണ നമ്മൾ പിന്നെ മാനുവലായിട്ട് ഉപയോഗിച്ചിട്ട് ഫോൺ, അതിൻ്റെ ഒരു സിമ്മൊന്നും ഇല്ലായിരുന്നു. സെർച്ചിൽ കിട്ടിയ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ നിനക്ക് അറിയില്ലാന്ന് ചോദിച്ചാൽ എൻ്റെതാണെന്ന് തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞു. പിന്നെ അവർ അവിടെ തപ്പിപ്പെറുക്കിയിട്ട് ഡയറിക്ക് എന്തൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഒരു 1-2 മണിക്കൂർ അവിടെ നിന്ന് മൊത്തം വലിച്ചു പെറുക്കി പോവുകയും ചെയ്തു. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. നാളെ വീടും പരിസരവും തന്നെ കുഴിച്ച് അടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കും. ഇതിൽ ജിയോളജിസ്റ്റുകളുടെയും സാങ്കേതികത്വവും എല്ലാം തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൽ എവിടെയാണ്, ഈ വിശാലമായ പുരയിടത്തിൽ എവിടെയാണ്, എങ്ങനെയാണ് ഇയാൾ അതിനെ ആരെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പരിശോധനകൾ വേണം. അതുമാത്രവുമല്ല, വീടിൻ്റെ ഈ തറയോടുകളടക്കം ഈ അടുത്ത കാലത്താണ് ഇയാൾ അതിൽ നിന്ന് മണ്ണ് മാറ്റി, ഒപ്പം തന്നെ അവിടെ പുതിയ ടൈലുകളെല്ലാം തന്നെ പാകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ കുഴിച്ചു മാറ്റി പരിശോധിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരിടപെടൽ തന്നെയായിരിക്കും ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലെ വഴിത്തിരിവാകും നാളത്തെ തെളിവെടുപ്പ് എന്ന് തന്നെയാണ് കരുതുന്നത്. പള്ളിപ്പുറത്തുനിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കുഴിച്ചെടുക്കാനുണ്ട് രഹസ്യങ്ങൾ.
എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ മണ്ണുകുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് ഇനി പരിശോധന ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനിടെ പരാതിയുമായി കൂടുതൽ പേർ അന്വേഷണ സംഘത്തെ സമീപിക്കുന്നുണ്ട്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള മണ്ണ് കുഴിച്ചുള്ള ആദ്യഘട്ട പരിശോധന ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിലാണ് നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 ഇടങ്ങളിലെ പരിശോധന ശനിയാഴ്ച പൂർത്തിയായി. ദേശീയപാതയോട് ചേർന്ന സ്ഥലത്തെ 2 പോയിന്റുകളും നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള 1 പോയിന്റിലുമാണ് പരിശോധന ബാക്കിയുള്ളത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 6 നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതിൽ മാത്രമാണ് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ഇവയുടെ പ്രാഥമിക പരിശോധനാ ഫലം ബുധനാഴ്ച ലഭിച്ചേക്കും. അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ട്. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയുള്ള അന്വേഷണവും ആരംഭിച്ചു. പരാതി പിൻവലിക്കുന്നതിനായി കേസിൽ പ്രതി ചേർക്കുമെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മറ്റൊരു വിവാദം കൂടി കൊഴുക്കുകയാണ്. മെമ്മറി കാർഡ് വിവാദം. കുക്കു പരമേശ്വരന്റെ കൈവശം നിരവധി നടിമാരുടെ വെളിപ്പെടുത്തലടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടെന്ന പൊന്നമ്മ ബാബുവിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച് കൂടുതൽ നടിമാർ രംഗത്തെത്തി. മെമ്മറി കാർഡ് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത കുക്കുവിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. മെമ്മറി കാർഡ് വിവാദം താരസംഘടനയായ അമ്മയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നടി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉഷ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. മുൻപ് മീട്ടു ആരോപണങ്ങൾക്ക് ശേഷം താരസംഘടനയിലെ കുറച്ച് സ്ത്രീകൾ, അതിൽ 15-ൽ താഴെ വരുന്ന വനിതാ താരങ്ങൾ ചേർന്ന് ഒരു ഹോളിഡേ ഇന്നിൽ ഒരു യോഗം ചേരുകയും അതിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയായിരുന്നു. അതിൽ പലരും തങ്ങൾക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഇത് അവിടെ ഒരു വീഡിയോ ക്യാമറയിൽ ചിത്രീകരിക്കുകയും അതിൻ്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് കുക്കു പരമേശ്വരൻ തന്നെ പലരെയും ഈ കാർഡിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്നും, അതായത് അതിൽ സംസാരിച്ച കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ മുന്നോട്ട് വന്ന ഒരു വനിതാ താരത്തെ പോലും ഭീഷണിപ്പെടുത്തും, സ്ഥാനാർത്ഥിയായി നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അതും ഈ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്ന വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു നടി ഉഷ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ നടി പൊന്നമ്മ ബാബുവും ഇതേ ആരോപണം ശരിവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നടി പ്രിയങ്ക ഉൾപ്പെടെ ഉടനെ തന്നെ മാധ്യമങ്ങളെ കണ്ട് അന്ന് നടന്നതിലെ ചില കാര്യങ്ങൾ, ആശങ്കകൾ തനിക്കും അറിയിക്കാനുണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും സിനിമാ സംഘടനയിലെ മറ്റ് താരങ്ങൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇടവേള ബാബുവിനാണ് ഈ മെമ്മറി കാർഡ് നൽകിയതെന്ന് കുക്കു പരമേശ്വരൻ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇടവേള ബാബു ഇതിലെ ഒരു രീതിയിലും പ്രതികരിക്കുവാനോ അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. കുക്കു പരമേശ്വരന്റെ ഉദ്ദേശം അത് ശരിയായിട്ടുള്ള രീതിയിലേക്കല്ല. ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരെത്തിയാൽ പോലും പല താരങ്ങൾക്കും അത് ഭീഷണിയാകും. ഈ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ് അവരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണം എന്ന കടുത്ത നിലപാട് തന്നെയാണ് പല താരങ്ങളും എടുത്തിരിക്കുന്നത്. പക്ഷേ കുക്കു പരമേശ്വരൻ പറയുന്നത് ആ മെമ്മറി കാർഡ് തൻ്റെ കയ്യിലില്ല, അത് ഇടവേള ബാബുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് KPSC ലളിതയാണ് ആ മെമ്മറി കാർഡ് കൊണ്ടുപോയത്. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധമോ ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് കുക്കു പരമേശ്വരൻ. ഒപ്പം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസൂയ കൊണ്ടാണ് പല താരങ്ങളും തനിക്കെതിരെ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. എന്നാലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും താരസംഘടനയിലെ കൂടുതൽ മുതിർന്ന താരങ്ങളടക്കം പ്രതികരിക്കുക എന്ന് കാത്തിരിക്കുകയാണ്.
നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാർട്ടിയിലെയും മന്ത്രിസഭയിലെയും യുവ നേതാക്കളുടെ പ്രകടനം ശരാശരി മാത്രമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ഇത് തന്റെ മാത്രം അഭിപ്രായമല്ലെന്നും പൊതുജന വികാരമാണെന്നും സുധാകരൻ പറയുന്നു. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരന്റെ വിമർശനം. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സുധാകരന്റെ ഒളിയമ്പുണ്ട്. പദവികളിൽ നിന്നൊഴിഞ്ഞതോടെ സർക്കാരിനും CPM-നുമെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന ജി സുധാകരന്റെ പുതിയ ഇരകൾ CPM-ലെയും സർക്കാരിലെയും യുവ നേതാക്കളാണ്. പാർട്ടിയിലും സർക്കാരിലും ധാരാളം യുവാക്കളുണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പോലും ശരാശരിക്ക് മുകളിൽ മാർക്ക് സുധാകരൻ നൽകുന്നില്ല. അത് തന്റെ മാത്രം അഭിപ്രായമല്ല, പൊതുജനങ്ങളും അങ്ങനെ കരുതുന്നു എന്നുകൂടി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. അസാധാരണ പ്രകടനം എന്ന് പറയാൻ കഴിയുന്ന ഒന്നും എടുത്തുകാട്ടാനില്ലെന്നും സുധാകരന്റെ വിമർശനം. താൻ കൂടി ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ് പ്രായപരിധി നിബന്ധന. അത് എന്തിനു വേണ്ടിയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും സുധാകരൻ. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സുധാകരന്റെ പരോക്ഷ വിമർശനമുണ്ട്. താൻ വകുപ്പേറ്റെടുത്തപ്പോൾ സർവത്ര അഴിമതിയായിരുന്നു. ശക്തമായ നടപടികളിലൂടെ അത് തടഞ്ഞു. മുൻ പൊതുമരാമത്ത് മന്ത്രിയെ ഉൾപ്പെടെ ജയിലിലടച്ചു. എന്നാൽ 2021 ശേഷം അത്തരം ശക്തമായ നടപടികൾ എടുക്കുന്നതായി തോന്നുന്നില്ലെന്നാണ് മുഹമ്മദ് റിയാസിനെതിരെയുള്ള ഒളിയമ്പ്. CPM-ന്റെ ബ്രാഞ്ച് അംഗം മാത്രമായ തന്നെ അധികാരത്തിലുള്ള പാർട്ടിയടക്കം സമീപിച്ചിരുന്നു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചിലർ പദവികളും വാഗ്ദാനം ചെയ്തു. എന്നാൽ സ്കൂൾ കാലം മുതൽ കമ്മ്യൂണിസ്റ്റായ താൻ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ തുടരുമെന്നും സുധാകരൻ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. ശ്യാമയുടെ അച്ഛൻ ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേറ്റു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി അജിക്കായി അന്വേഷണം തുടരുകയാണ്. പുല്ലാട്ടെ ഭാര്യ വീട്ടിലായിരുന്നു ശ്യാമയും അജിയും താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ വീട്ടിലെത്തിയ അജി ശ്യാമയെ ആക്രമിച്ചു. തടസ്സം പിടിക്കാനെത്തിയ ശ്യാമയുടെ അച്ഛൻ ശശിയെയും അച്ഛന്റെ സഹോദരി രാധാമണിയെയും കുത്തി വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വയറിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. ശശിയും രാധാമണിയും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നേരത്തെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കുടുംബ കലഹവുമായി ബന്ധപ്പെട്ട് അജിക്കെതിരെ കുടുംബം പരാതി നൽകിയിരുന്നു. ശ്യാമയും അജിയും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. ഇവരെ വഴക്കുണ്ടാകുക, അങ്ങനെയുണ്ടാകുക, പിള്ളേരോട് നിലവിളിക്കുക. അതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ ആരും ചെയ്യത്തില്ല. പിന്നെ കുത്തുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും വന്നപ്പോഴേക്കും ഓരോരുത്തർ വണ്ടിയൊക്കെ കയറ്റി കൊഞ്ചിരിക്കുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട അജിക്കായി നാട്ടുകാരും പോലീസും ഇന്നലെ രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കോയിപ്പുറം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ പയ്യന്നൂരിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പുഞ്ചക്കാട് സ്വദേശി ജയേഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി വാടക ക്വാർട്ടേഴ്സിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. ഇയാൾക്ക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഓഹരി വിപണിയിൽ ശേഖർ കുമാർ കോടികൾ ഇറക്കിയതായും സംശയമുണ്ട്. കേസിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുകയാണ്. ലഹരി ഇടപാട് പരിശോധിക്കാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഉടൻ ഹാജരാക്കും. പോലീസുകാരെ ആക്രമിച്ചതിനാണ് നിലവിൽ കേസ്. ബുജൈറിന്റെ വാഹനത്തിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്താനായില്ലെങ്കിലും കഞ്ചാവ് പൊതിയുന്ന പേപ്പറും അനുബന്ധ സാമഗ്രികളും കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി ഇടപാട് കേസിലെ പ്രതി റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് ബുജൈറിന്റെ പങ്കിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴായിരിക്കും ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്നലെയാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾക്ക് തുടക്കം. റിയാസ് എന്ന ആളെ കഞ്ചാവുമായി പിടികൂടിയിരുന്നു. ഇയാളുമായി ചില വാട്സാപ്പ് ചാറ്റുകൾ ഈ ബുജൈറിനുണ്ടായെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് ഒരു കുറ്റസമ്മത മൊഴിയും നൽകി. ഇടപാടിൽ ഈ ബുജൈറിന് പങ്കുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വൈകുന്നേരം പോലീസ് കുന്നമംഗലത്ത് വെച്ച് ബുജൈറിന്റെ വാഹനം പരിശോധിക്കാൻ കൈ കാട്ടി നിർത്തിയത്. ഇതിനുശേഷം ഈ പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ തട്ടിക്കയറുകയും പോലീസിനെ മർദ്ദിക്കുകയുമായിരുന്നു. പിന്നീട് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. തുടർന്ന് വാഹനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പൊതിയുന്ന കടലാസും മറ്റു ചില
അനുബന്ധ സാമഗ്രികളും കണ്ടെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസെടുത്താണ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ചെയ്ത് അതിനുശേഷം അല്പസമയം മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കാരണം രണ്ട് തരത്തിൽ, ഒന്ന് ഈ റിയാസ് എന്ന പ്രതിയുടെ മൊഴിയുണ്ട്, മറ്റൊന്ന് വാട്സാപ്പ് ചാറ്റുകളിലും ഈ ബുജൈറിന്റെ ലഹരി ഉപയോഗത്തിന് തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധന നടത്തി രക്തവും മൂത്രവും ഒക്കെ പരിശോധിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ നടത്തി. ഇതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 3 മണിയോടുകൂടി താമരശ്ശേരി കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ബുജൈറിനെ ഹാജരാക്കും. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗം ടി.പി. ഹാരിസിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന ഹാരിസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് നീക്കം. മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ ഹാരിസിനെ മലപ്പുറത്ത് എത്തിച്ചു. സാമ്പത്തിക തട്ടിപ്പിൽ കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് ടി.പി. ഹാരിസിനെതിരെ കേസെടുത്തത്. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് ലാഭം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 25 കോടിയോളം രൂപ ഹാരിസ് തട്ടിയെടുത്തുവെന്നാണ് പരാതി. 6 പേർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഈ പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ടി.പി. ഹാരിസിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തുടർന്നാണ് മുംബൈ എയർപോർട്ടിലെ എമിഗ്രേഷൻ വിഭാഗം ടി.പി. ഹാരിസിനെ തടഞ്ഞുവെച്ച് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 12 മണിയോടെയാണ് ഹാരിസിനെ മലപ്പുറത്തെത്തിച്ചത്. ഹാരിസ് സ്വന്തം നിലയ്ക്ക് നടത്തിയ തട്ടിപ്പിൽ ജില്ലാ പഞ്ചായത്തിന് പങ്കില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട്. രാജിവയ്ക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹാരിസ് ആണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M.K. റഫീഖ പറഞ്ഞു. അച്ചടക്ക ലംഘനം നടത്തിയെന്നതിന്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ്. പരാതിക്കാർ SP-ക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. ജില്ലാ പഞ്ചായത്ത് നേരിട്ട് യാതൊരുവിധ പരാതികളും ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ സർവാത്മക ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അതിനെ സ്വാഗതം ചെയ്യുന്നു. പരാതിയിൽ പറയുന്നത് പോലെ പദ്ധതികളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതിൽ ആഭ്യന്തര അന്വേഷണം നടന്നിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം പരാതി ഉയർന്നപ്പോൾ തന്നെ ടി.പി. ഹാരിസിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. പോലീസ് ഉദ്യോഗസ്ഥനെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര നീലേശ്വരത്താണ് സംഭവം. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ ഹരിപ്രസാദാണ് മരിച്ചത്. വീടിന് മുന്നിലെ മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക വിവരം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ വീണ്ടും ശക്തിപ്പെടുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാടിനും മാന്നാർ കടലിടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രൊഫസർ M.K. സാനുവിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ നടക്കും. രാവിലെ 9 മുതൽ എറണാകുളം കാരിക്കാമുറിയിലെ വീട്ടിലും 10 മണി മുതൽ എറണാകുളത്തെ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാഹിത്യ സാംസ്കാരിക ലോകവും അദ്ദേഹത്തിന്റെ വിപുലമായ ശിഷ്യവൃന്ദവും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മന്ത്രിമാരായ P. രാജീവ്, M.P. രാജേഷ്, K. രാജൻ, റോഷി അഗസ്റ്റിൻ, R. ബിന്ദു, CPM ജനറൽ സെക്രട്ടറി M.A. ബേബി, CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ തുടങ്ങിയവർ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ലഷ്കർ ഭീകരൻ. പാക് അധീന കശ്മീരിലാണ് ചടങ്ങുകൾ നടന്നത്. അതേസമയം കശ്മീരിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഇന്നും ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ സംസ്കാര ചടങ്ങാണ് പാക് അധീന കശ്മീരിൽ നടന്നത്. ഇതോടെ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. റാവൽകോട്ടിലെ ഖായി ഗാലയിൽ നടന്ന ചടങ്ങിൽ ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫും പങ്കെടുത്തു. എന്നാൽ ലഷ്കർ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് താഹിറിന്റെ കുടുംബം വിലക്കിയിരുന്നു. ഇത് മറികടന്ന് ഹനീഫ് ചടങ്ങിനെത്തിയതോടെ തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. വിലാപയാത്രയ്ക്കെത്തിയ പ്രദേശവാസികളെ ലഷ്കർ ഭീകരർ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഭീകരവാദ റിക്രൂട്ട്മെന്റുകളെ എതിർത്ത് ഇവിടെയുള്ളവർ അടുത്തിടെ പൊതുബഹിഷ്കരണം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു.
ഇതിനിടെ കശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാസേനയും തമ്മിൽ ഇന്നും വെടിവെപ്പുണ്ടായി. സംഘർഷത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഒരു തീവ്രവാദിയെ ഗുരുതരമായ പരിക്കുകളോടെ സേന കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു സൈനികനും പരിക്കേറ്റതായാണ് വിവരം. കുൽഗാം ജില്ലയിലെ അഖൽ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇവിടെ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം വെള്ളിയാഴ്ച മുതൽ തെരച്ചിൽ നടത്തിവരികയായിരുന്നു. ശനിയാഴ്ചയും മേഖലയിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചിരുന്നു. ഇതിൽ ഒരാൾ പുൽവാമയിലെ ഹാരിസ് നസീർ എന്ന ഭീകരനാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒഡീഷയിലെ പുരിയിൽ ജീവനോടെ തീ കൊളുത്തിയ 15-കാരി മരിച്ചു. ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടിയുടെ മരണം. ജൂലൈ 19-നാണ് മാരകമായി പൊള്ളലേറ്റത്. സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. കുട്ടിയെ അജ്ഞാതരായ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തിയെന്നാണ് അമ്മ നൽകിയ മൊഴി. എന്നാൽ കുട്ടിയെ മറ്റാരും തീ കൊളുത്താൻ ശ്രമിച്ചതാണെന്നതിന് തെളിവില്ലെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. ഇതിന്റെ ഭാഗമായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അടുത്ത വെള്ളിയാഴ്ചയാണ് മാർച്ച്. അതിനിടെ ബീഹാറിലെ 6.5 ലക്ഷം പേരെ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള നീക്കത്തെ കോൺഗ്രസും DMKയും എതിർത്തു. സ്ഥിരം കുടിയേറ്റ തൊഴിലാളികൾ എന്ന പേരിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ വാഹനാപകടത്തിൽ 11 പേർ മരിച്ചു. പൃഥ്വിനാഥ് ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബൊലേറോ കനാലിലേക്ക് മറിയുകയായിരുന്നു. ഇറ്റിയാത്തോക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുപ്പാറയിലാണ് സംഭവം. വാഹനത്തിൽ 15 പേരായിരുന്നു യാത്ര ചെയ്തിരുന്നത്. 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ പുതിയ താരിഫ് നയത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്രം. ഇന്ത്യക്കാർ സ്വദേശി മുന്നേറ്റത്തിന് തയ്യാറെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലും മാറ്റം വരുത്താൻ രാജ്യം തയ്യാറായിട്ടില്ല. പുതിയ താരിഫ് നയവുമായി ബന്ധപ്പെട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുമ്പോൾ പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വ്യാപാര കരാറിൽ ഇന്ത്യ സംയമനം പാലിക്കുമെന്നും സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഉൽപ്പന്നങ്ങളെ വ്യാപാര കരാറിന്റെ ഭാഗമാക്കും. ഇളവ് നൽകാവുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും ആലോചനയുണ്ട്. എന്നാൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ. അമേരിക്കയുമായി 6ാം ഘട്ട വ്യാപാര ചർച്ചകൾ ഓഗസ്റ്റ് പകുതിയോടെ നടക്കുമെന്നാണ് വിവരം. അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തു. തന്റെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഓരോ പൗരനും ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് മോദി ആവശ്യപ്പെട്ടു. हम स्वदेशी का संकल्प लें. अब हम कौन सी चीजों को खरीदेंगे, कौन से तराजू से तोलेंगे? मेरे भाइयों बहनों, मेरे देशवासियों, अब हम कुछ भी खरीदें तो एक ही तराजू होना चाहिए. हम उन चीजों को खरीदेंगे जिसे बनाने में किसी न किसी भारतीय का पसीना बहा है. ട്രംപിന്റെ ഡെഡ് എക്കോണമി പരാമർശത്തിന് മറുപടിയായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്നും രാജ്യം പിന്നോട്ടു പോയില്ല. രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ എണ്ണയുടെ വിലയെയും ആഗോള സാഹചര്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുക എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുന്നതാണ് ഇന്ത്യയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഘടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ശനിയാഴ്ച മാത്രം 62 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 38 പേർ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. US കരാറുകാരായ GHFന്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലായിരുന്നു ആക്രമണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പട്ടിണി കാരണം 7 പേരാണ് മരിച്ചത്. ഇതോടെ ഗാസയിൽ ആകെ പട്ടിണി മരണം 169ആയി. ഇതിൽ 93 പേർ കുട്ടികളാണ്.
പാലക്കാട് കടമ്പഴിപ്പുറത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. കുരുവമ്പാടം സ്വദേശി അശ്വിനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കടമ്പഴിപ്പുറം കനാൽ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. അശ്വിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനും ചിന്തകനുമായ VB അജയകുമാർ അന്തരിച്ചു. പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 48 വയസ്സായിരുന്നു. വൈകിട്ട് 4 മണിവരെ കൊടുങ്ങല്ലൂരിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. 5 മണിക്ക് കൊടുങ്ങല്ലൂർ ചപ്പാറ ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. കണ്ണൂരിന്റെ ജനകീയ ഡോക്ടർ MK രൈരു ഗോപാൽ 80 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് അന്തരിച്ചു. അരനൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം. പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ഈ ക്ലിനിക്ക്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം പയ്യാമ്പലത്ത് നടക്കും. ലൈഫ് ഭവന പദ്ധതികളെല്ലാം അവതാളത്തിലാവുന്നു. ഹഡ്കോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിലൂടെ വായ്പകൾ ലഭ്യമാവുന്നില്ലെന്നാണ് പരാതി. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് സാധാരണക്കാർ. സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചു നടപ്പിലാക്കിയ ലൈഫ് പദ്ധതികൾ പലതും ഇന്ന് പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയാണ്. 100 കണക്കിന് വീടുകളാണ് പണി പൂർത്തിയാകാതെ കിടക്കുന്നത്. തെരഞ്ഞെടുക്കുന്ന ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപയാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. ഇതിൽ പ്രാദേശിക ഭരണകൂടം നൽകേണ്ട 2,20,000 രൂപ 3 വർഷമായി ലഭിക്കുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി. ഹെഡ്കോ വായ്പ അനുവദിക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായി പ്രാദേശിക ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത്. ലൈഫ് ഭവന പദ്ധതിക്കാർക്ക് ഗുണഭോക്താക്കൾക്ക് അവരുടെ കൊടുക്കാനുള്ള ബാക്കി തുക അനുവദിക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടി തന്നെയാണ്. നമുക്കറിയാം പല വീടുകളും വളരെ ശോചനീയമായ അവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് 2 വർഷത്തോളമായി ഓരോ കിടപ്പ് രോഗികളുണ്ട്, സുഖമില്ലാതെ കിടക്കുന്ന രോഗികളുണ്ട്. കാരണം സാധാരണക്കാർക്കാണ് ഈ വീട് ഭവന പദ്ധതി എന്നുള്ളത്. അപ്പൊ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ യാതൊരുവിധ ശ്രദ്ധയും ചെലുത്താതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ലൈഫ് ഭവന പദ്ധതി പട്ടികയിൽ ഇടം പിടിക്കാറുള്ള ഗുണഭോക്താക്കൾ. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്നത്തെ നിർമ്മാണ ചെലവിൽ സർക്കാർ അനുവദിക്കുന്ന 4 ലക്ഷം രൂപ പലപ്പോഴും തികയാറില്ല. എന്നിട്ടും കൈവായ്പകൾ വാങ്ങിയും സഹായങ്ങൾ തേടിയും പലരും വീടിന്റെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയാണ് പതിവ്. ഇതിനിടയിൽ പ്രാദേശിക ഭരണകൂടം നൽകുന്ന തുക ലഭിക്കാത്തത് പലർക്കും ഇരുട്ടടിയായി മാറി. 4 ലക്ഷം രൂപയാണ് സർക്കാർ വീടിനുള്ളത്. 2,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് കയറി കിടക്കുമായിരുന്നു. ഇത് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടെ സഹായിച്ചാണ് ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടത്. വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ മാത്രം 1200 ഗുണഭോക്താക്കളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കരാറായ 200 വീടുകളിൽ 195 വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഗ്രാമസഭകൾ കൂടി വാർഡിലെ അർഹരായ ഗുണഭോക്താക്കളെ ലൈഫ് പദ്ധതിയിൽ കൊണ്ടുവരികയായിരുന്നു രീതി. എന്നാൽ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷ നൽകുന്നത്. ഇതിലൂടെ അർഹരായവർ പലപ്പോഴും പട്ടികയിൽ താഴോട്ടു പോകുന്നെന്ന പരാതിയുമുണ്ട്. കയറി കിടക്കാൻ വേറെ നിവർത്തിയില്ല. ഇത്തിരി സ്ഥലമേ ഉള്ളൂ. വേറെ വരുമാനമൊന്നുമില്ല. തൊഴിലുറപ്പിന്റെ പണി ഉണ്ടെങ്കിൽ പോകും, ഇല്ലെങ്കില്ല. ഇപ്പം മഴ പെയ്താലും കിടക്കാൻ പാടില്ല. അമ്മ ഇവിടെ നിന്ന് എടുത്താണ് അവിടെ കൊണ്ട് കിട്ടിയില്ല. 6 മാസത്തിന് മുമ്പ് തരാൻ എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് രൂപ കടം വാങ്ങിച്ച് പറക്കിയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടു. അപ്പോഴേ ആരും വരണമില്ല, പൈസയില്ല. അയൽക്കൂട്ട സംരംഭങ്ങൾക്ക് 250 സ്ക്വയർ ഫീറ്റിലെ ഒരു വർക്ക് ഷെഡ് നിർമ്മിക്കാൻ 5 ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ ഇപ്പോഴും ലഭിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. വായ്പ നൽകുന്നതിന് ഹെഡ്കോ പോലുള്ള സർക്കാർ ഏജൻസികൾ കൈമലർത്തുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ബദൽ സംവിധാനം കണ്ടെത്തി നിർധനരായ ജനങ്ങളുടെ കിടപ്പാടം പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വ്യാപക ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം പുനലൂരിലെ തലവൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റദ്ദാക്കി. ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. 165 വർഷം പഴക്കമുള്ള സ്കൂൾ യാതൊരുവിധ നവീകരണ പ്രവർത്തനവും നടത്താതെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. സ്കൂളിന്റെ ശോചനീയാവസ്ഥ ന്യൂസ് 18-ലെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. 165 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തലവൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ഫിറ്റ്നസാണ് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും റദ്ദാക്കിയത്. സ്കൂളിന്റെ ശോചനീയാവസ്ഥയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സ്കൂളിന്റെ ശോചനീയാവസ്ഥ ന്യൂസ് 18 ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ്
തലവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്കൂൾ പരിശോധനയ്ക്കെത്തി സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തി സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും റദ്ദു ചെയ്തത്. ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്നു. മേൽക്കൂരകൾ തകർന്ന് കമ്പികളിൽ താങ്ങി നിർത്തേണ്ട അവസ്ഥ. തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ സമീപത്തുള്ള ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലുള്ള ശാന്തി ഭവനത്തിൽ താൽക്കാലികമായി സ്കൂൾ പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. നിവൃത്തികേടിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കച്ചിത്തുരുമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു കെട്ടിടം ലഭിക്കുന്നത് വഴി ഉണ്ടാകുന്നത്. എത്രയും വേഗമോട് പുതിയ കെട്ടിടം വരിക എന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം സാധിക്കുന്നതിനും എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ബലക്ഷയമായ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനും MLA സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നും പഞ്ചായത്ത് അധികാരികളോട് PTA ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന അപകടകരമായ വൈദ്യുത ലൈൻ എന്തൊക്കെ ദുരന്തം വിളിച്ചു വരുത്തും എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അങ്ങനെ ഒരു വൈദ്യുത ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് KSEB ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. പുനലൂർ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാദേവർ വലിയകാവ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ സ്കൂളിന് മുകളിലൂടെ കടന്നുപോയ വൈദ്യുത ലൈനിൽ തട്ടി വിദ്യാർത്ഥി മരിക്കാനിടയുണ്ടായ സാഹചര്യം മുതലാണ് സ്കൂൾ പരിസരത്തെ അപകടകരമായ വൈദ്യുത ലൈൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചത്. ഇതോടെ വിഷയം KSEB അറിയിച്ചു. എന്നാൽ KSEB ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചത്. പഠനം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ 2 അടി ഉയരത്തിലാണ് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ല വൈദ്യുത ലൈനിൽ മുട്ടി നിൽക്കുകയാണ്. പലതവണ ഈ സ്കൂൾ അധികൃതർ ഈ KSEB ഉദ്യോഗസ്ഥരോട്, പിറവന്തൂർ സെക്ഷൻ പരിധിയിലാണ് ഇത് പെടുന്നത്, KSEB അധികൃതരോട് ഇതിന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രദേശത്തെ പട്രോളിംഗ് പോലും നടത്താതെ, ലൈൻ പട്രോളിംഗ് നടത്തുമെന്ന് അവകാശപ്പെടുന്ന KSEB വീണ്ടും ഒരു ദാരുണമായ ദുരന്തമുണ്ടാക്കിയതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന പിടിവാശിയിലാണ്. അടിയന്തരമായി ഈ ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളോ മറ്റോ ആക്കിക്കൊണ്ട് ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി KSEB അധികൃതർ തയ്യാറാകണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയാണ്. തീർത്തും ഉൾനാടൻ മലയോര മേഖലയിലാണ് മഹാദേവർമൺ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവിടെ അധികവും പഠിക്കുന്നത്. ഒരപകടമുണ്ടായാൽ സമയബന്ധിതമായി ചികിത്സ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ. വഴിയുടെ ശോചനീയാവസ്ഥയും ആംബുലൻസുകളുടെ അഭാവവും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്ന KSEBയുടെ നിലപാടിനെതിരെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏത് നിമിഷവും നിലംപൊത്താറായി കാലപ്പഴക്കം ചെന്ന കെട്ടിടം. 6 വർഷമായി ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ വള്ളിപ്പടർപ്പുകൾ കയറി കാട് പിടിച്ചു കിടക്കുകയാണ്. പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റി സ്ഥാപിച്ചെങ്കിലും പഴയ കെട്ടിടം ഇപ്പോഴും പൊളിച്ചു നീക്കിയിട്ടില്ല. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളിൽ ആശങ്ക പരത്തി കാലപ്പഴക്കം ചെന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇത് 6 വർഷമായി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. കെട്ടിടത്തിലെ കഴുക്കോലുകൾ ദ്രവിച്ച് ഓടുകൾ ഇളകി നിലം പൊത്താറായ അവസ്ഥയിലാണ്. സമീപത്തെ മരങ്ങളെല്ലാം കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കെട്ടിടത്തിന് മുകളിൽ വള്ളിപ്പടർപ്പുകൾ കയറി കാട് പിടിച്ചു കിടക്കുകയാണ്. കുട്ടികൾ കളിക്കുന്നതും ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുന്നതും ശൗചാലയത്തിൽ പോകുന്നതുമെല്ലാം ഇതിന് സമീപത്തു കൂടിയാണ്. പാചകപ്പുര സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ. നിലവിൽ ഒരു 6 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഹയർ സെക്കൻഡറി നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണിത്. അപ്പോൾ 6 വർഷമായിട്ട് ഇത് അൺഫിറ്റ് ആയത് കാരണം 6 വർഷമായിട്ട് ഉപയോഗത്തിലില്ലാതിരിക്കുന്നതാണ്. ഇത് നല്ല അപകടാവസ്ഥയിലാണ്. അപ്പോൾ അത് പ്രസ്തുത വിവരം നമ്മൾ നഗരസഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഗരസഭ ഇത് പുതിയ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ കൊടുത്തു. പക്ഷേ അവർ ഇതുവരെ പൊളിച്ചുകൊണ്ട് പോയിട്ടില്ല. അതിന് കാരണം നമ്മൾ മുൻവശത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന വണ്ടി ഇങ്ങോട്ട് കടന്നു വരാനുള്ള അസൗകര്യം കൊണ്ടാണ്. ഇത് അപകടകരമായ അവസ്ഥയിലാണ്. കുട്ടികൾ കൈ കഴുകാനും ടോയ്ലറ്റിലൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കാനുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മുൻപ് UP വിഭാഗം ക്ലാസുകളാണ് തകർന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പുതിയ കെട്ടിടം പണിതപ്പോൾ ക്ലാസുകൾ അവിടേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വർഷങ്ങളായിട്ടും നടപടി പൂർത്തിയായിട്ടില്ല. അടുത്തിടെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ലേലം വിളിച്ച് കരാർ നൽകിയിരുന്നു. എന്നാൽ അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇവിടേക്ക് വാഹനമെത്താനുള്ള ഭാഗത്ത് ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ തൂണുകൾക്ക് കോൺക്രീറ്റ് നടത്തി മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇതുവഴി വാഹനം കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ.
മഴ മാറി നിന്നാൽ കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനുമോൻ അറിയിച്ചു. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. പൊളിച്ചു മാറ്റുന്നതിന് വാല്യുവേഷൻ ഇടണമായിരുന്നു, അതിന്റെ വാല്യുവേഷൻ ഇട്ടു. ഇപ്പം ലേലം നടന്നിട്ടുണ്ട്. ഇനി അത് പൊളിച്ചു മാറ്റിയാൽ മതി. പക്ഷെ ഇപ്പം നടക്കുന്നൊരു പ്രശ്നം, ഇപ്പം ഈ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് അങ്ങോട്ട് വണ്ടി കയറുന്നതിനൊരു ചെറിയ തടസ്സമുണ്ട്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ, ഈ മഴയൊന്ന് തോർന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടുത്തെ വണ്ടി കയറുന്നതിനുള്ള പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ കെട്ടിടവും നമ്മൾ പൊളിച്ചു മാറ്റും. കഴിഞ്ഞ ദിവസം സ്കൂളിലെ പ്രധാന കെട്ടിടത്തിൽ സിമന്റ് പാളി അടർന്ന് ക്ലാസ് മുറിയിലേക്ക് വീണിരുന്നു. പ്രധാന കെട്ടിടത്തിൽ ബലപരിശോധന നടത്താൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. തിങ്കളാഴ്ച TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി കെട്ടിടം പരിശോധിക്കും. ന്യൂസ് 18 കായംകുളം. കായിക പരിശീലനത്തിനിടെ കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ അധികൃതർ വൈദ്യസഹായം നൽകിയില്ലെന്ന് പരാതി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിശീലനം തുടരാൻ കായിക അധ്യാപകൻ ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത ഇപ്പോൾ കാലിന്റെ ലിഗമെന്റ് പൊട്ടി ചികിത്സയിലാണ്. PT പീരീഡിനിടെയാണ് നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിതയുടെ കാലിന് പരിക്കേറ്റത്. അസഹനീയമായ വേദന അനുഭവപ്പെട്ട നിവേദിത കായിക അധ്യാപകനോട് പരാതിപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ല. പകരം പരിശീലനം തുടരാൻ ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം. ഞാനിങ്ങനെ PT പീരീഡ് പോയപ്പോൾ എന്റെ കൂട്ടുകാരി ബാക്കിൽ നിന്ന് തള്ളിയിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നപ്പോ സാറ് ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാല് പൊളിച്ച് എനിക്ക് ചെയ്യാൻ പറ്റൂല. സാറ് പറഞ്ഞു ഇങ്ങോട്ട് വാ കൊച്ചു, എനിക്ക് വാ, നിനക്ക് ചെയ്യാനൊക്കെ പറ്റും. യോഗ ചെയ്ത് തീരുമ്പോൾ നല്ല സുഖമൊക്കെ മാറും. ഈ കാലെടുത്തിന്റെ പുറത്ത് വെക്കാൻ പറഞ്ഞപ്പോഴെങ്കിൽ പറ്റും. ഞാൻ ഇറങ്ങിപ്പോയി. സാറിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓയിൻമെന്റ് വാങ്ങിയിട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു ഇതൊന്നും കൂടണ്ട, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞു കോറും ഒരുപാട് വഴക്ക് പറഞ്ഞു. വേദന രൂക്ഷമായതോടെ സഹപാഠികൾ ഓഫീസ് റൂമിൽ നിന്ന് പെയിൻ ബാം പോലുള്ളവ വാങ്ങി പുരട്ടി നൽകി. വൈകുന്നേരം വരെ സ്കൂളിൽ തുടർന്ന നിവേദിതയോട് ബുദ്ധിമുട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ മറ്റധ്യാപകരോ സ്കൂൾ അധികൃതരോ തയ്യാറായില്ലെന്ന് രക്ഷകർത്താക്കളും പറയുന്നു. വെളുപ്പിന് 3:30 കൊണ്ടുപോയി. കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോഴത്തേക്കും എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഓർത്തോ ഡോക്ടറെ അടുത്ത് വിട്ട് ലിഗമെന്റ് പൊട്ടി എന്നാണ് പറഞ്ഞു ബാൻഡേജ് വിട്ടു. എന്നിട്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോയി. അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചപ്പോൾ HM പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയപ്പോഴും അവിടെ പാർട്ടിയുടെ ഒരാളുണ്ടായിരുന്നു. അയാളാണ് സംസാരിച്ചത് ആദ്യം, പിന്നീടാണ് HM സംസാരിച്ചത്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പം ബാം വാങ്ങാൻ അവിടെ പോയപ്പോഴും അവരാരും അറിഞ്ഞിട്ടില്ല ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. PT സാറ് രണ്ടാമത് നിർബന്ധപൂർവ്വം എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് അയാളും ആരുടെ പറഞ്ഞിട്ടില്ല. പതിവ് പോലെ സ്കൂൾ ബസ്സിൽ വീട്ടിലെത്തിയ നിവേദിത കാലിലെ നീര് അമ്മയെ കാണിച്ചു. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിന് ഉടൻ വൈദ്യസഹായം തേടാൻ സാധിച്ചില്ല. രാത്രിയോടെ വേദന സഹിക്കാൻ പറ്റാതായതോടെ സമീപവാസികളുടെ സഹായത്തോടെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. എക്സ്റേ പരിശോധനയിൽ കുട്ടിയുടെ ഇടത് കാൽപാദത്തിലെ ലിഗ്മെന്റിന് പൊട്ടലുള്ളതായി കണ്ടെത്തി. തുടർന്ന് ഓർത്തോ വിഭാഗം കാലിന് പ്ലാസ്റ്റർ ഇട്ടു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം സ്പോർട്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവര് ഓടുന്ന സമയത്തോ എന്തായാലും കുഴപ്പമില്ല, വീണ് പരുക്ക് പറ്റിയാൽ അവരെ ധാർമ്മികമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതല അവിടുത്തെ ടീച്ചർമാർക്കും അതുമായി അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന PTA ഉണ്ട്. പക്ഷെ ഇവരത് ചെയ്തിട്ടില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിനിയെ വാൻ ഫീസ് നൽകാത്തതിന് സ്കൂൾ ബസ്സിൽ കയറ്റാത്തത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. കുട്ടിയോട് സ്കൂൾ അധികൃതർ കാണിച്ച അനാസ്ഥയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. അതേസമയം സ്കൂളിലെ താൽക്കാലിക കായിക അധ്യാപകനായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നതെന്നും കുട്ടിക്കുണ്ടായ പരിക്ക് യഥാക്രമം അറിഞ്ഞില്ല എന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പൈതൃക സ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ വസ്തു ഭൂരഹിതർക്ക് പകുത്തു നൽകിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയ് പൈനാപ്പിള്ളിൽ. തന്റെ പേരിൽ കിട്ടിയ 15 സെന്റ് പുരയിടമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്ക് ഇദ്ദേഹം വീതിച്ചു നൽകിയത്. പിതൃസ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ വസ്തു ഭൂരഹിതർക്ക് പകുത്തു നൽകിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയ് പൈനാപ്പിള്ളിൽ. തന്റെ പേരിൽ കിട്ടിയ 15 സെന്റ് പുരയിടമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്ക് ജോയ് വീതിച്ചു നൽകിയത്. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിലെ ഒരു കർഷകനാണ് ജോയ് പൈനാപ്പിള്ളിൽ. ജോയിയുടെ മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നക്കുട്ടിയുടെയും ആഗ്രഹമായിരുന്നു പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തു ദാനമായി നൽകണമെന്നുള്ളത്. ആ ആഗ്രഹമാണ് ജോയിയും കുടുംബവും സഫലീകരിച്ചത്. ജോയിയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുഴിയിലുള്ള 15 സെന്റ് സ്ഥലമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്കായി വിട്ടു നൽകിയത്. സ്ഥലമില്ലാത്തതുകൊണ്ട് വീട് ലഭിക്കാതിരുന്ന 3 കുടുംബങ്ങൾക്കാണ് സ്ഥലം പകുത്തു നൽകിയതെന്നും അതിന് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമെന്നും വീട്ടുടമ ജോയ് പറഞ്ഞു. ഈ കാണുന്ന 5 സെന്റ് സ്ഥലമാണ് 3 പേർക്ക് വീട് വെക്കാൻ വേണ്ടി അർഹതപ്പെട്ട 3 പേർക്ക് കൊടുത്തു.
അവർക്ക് വീടില്ല, സ്ഥലം മാത്രം ഇല്ലാത്ത പേരിൽ അവർക്ക് വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ്, ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ്. പലരും വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു, പക്ഷേ സ്ഥലം ഇല്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായിപ്പോയി, വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്കും നല്ല സന്തോഷം. വീടില്ലാത്തൊരു 3 വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോ. ജോയ്ക്ക് പിന്തുണയുമായി ഭാര്യ ലിസിയും മക്കളായ അമൽ, അനിത, അരുൺ എന്നിവരും ഒപ്പമുണ്ട്. ന്യൂസ് 18 കോതമംഗലം. സ്വന്തമായി നിയമ പോരാട്ടം നടത്തി തന്റെ അവകാശം നേടിയെടുത്ത സന്തോഷത്തിലാണ് കോതമംഗലം സ്വദേശിനിയായ മെയ്മോൾ. വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം വനം വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി മെയ്മോൾ 1.5 വർഷമാണ് അഭിഭാഷകരുടെ സഹായമില്ലാതെ പോരാടിയത്. റീബിൽഡ് പദ്ധതി പ്രകാരം ഈ മേഖലയിലെ മറ്റു കുടുംബങ്ങൾക്കൊപ്പമാണ് മെയ്മോളും ക്യാൻസർ ബാധിതയായ അമ്മ മോളിയും കൈവശഭൂമി കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചത്. 2023 ഓഗസ്റ്റ് 22 നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല. തുടർന്നാണ് മെയ്മോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനിയാണ് മെയ്മോൾ. വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനം വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി 1.5 വർഷമാണ് അഭിഭാഷകരില്ലാതെ പോരാടിയത്. ഒരു നിസ്സാരമായൊരു രാത്രി ആയിരുന്നില്ല. 3 WPC, 2 കോടതിയലക്ഷ്യ കേസ്, ഒരു റിവ്യൂ പെറ്റീഷൻ. കാരണം ഒരു വിധി വന്നത് കോടതിയലക്ഷ്യ കേസിന്മേൽ വന്ന വിധിയെ എതിർകക്ഷികൾ പുനർപരിശോധന ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവസാനമായിട്ട് ഇപ്പം ഞാൻ ജയിച്ചിരിക്കുന്ന എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കെട്ടിവെക്കണം. അത് കണ്ടു ബോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുക്കണം. വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും. വനംവകുപ്പ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ച് ജയിച്ച സന്തോഷത്തിലാണ് PhD വിദ്യാർത്ഥിനി കൂടിയായ മെയ്മോൾ. ഹർജിക്കാരിക്ക് അർഹതയുള്ള 45 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി നൽകിയ 22.5 ലക്ഷം രൂപ കഴിച്ചുള്ള തുക 2 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ കെട്ടിവെക്കാൻ കോടതി ഉത്തരവിട്ടു. ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായിട്ടുള്ള തനിക്ക് മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസമാണ് നിയമ പോരാട്ടത്തിന് ശക്തി നൽകിയതെന്ന് മെയ്മോൾ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. പഠിക്കുന്നതിന് പ്രായം ഒരു തടസ്സമല്ലെന്നും ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തും നേടാൻ സാധിക്കുമെന്നും തെളിയിക്കുകയാണ് 40-കാരിയായ പൂർണിമ. 17-കാരനായ മകനൊപ്പം ബിരുദ പഠനത്തിന് കോളേജിൽ ചേർന്ന പൂർണിമ ഇപ്പോൾ സ്വപ്നങ്ങൾക്ക് പിറകെയാണ്. ന്യൂജൻ ക്ലാസ്മേറ്റുകൾക്കൊപ്പം പഠിക്കുന്ന പൂർണിമ മകനൊപ്പമാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ. 40-ാം വയസ്സിൽ 17-കാരനായ മകൻ വൈഷ്ണവിനൊപ്പം MA കോളേജിൽ 1-ാം വർഷ ബിരുദത്തിന് ചേർന്നിരിക്കുകയാണ് കോതമംഗലം പോത്താനിക്കാട് സ്വദേശി പൂർണിമ. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലാണ് പൂർണിമ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തത്. BCom ഡിപ്പാർട്ട്മെന്റിലാണ് മകൻ വൈഷ്ണവ് ചേർന്നത്. മകന് പ്രിയം ഫുട്ബോളിനോടാണെങ്കിൽ അമ്മയ്ക്കിഷ്ടം സാഹിത്യവും വായനയുമാണ്. ന്യൂജൻ തലമുറയുടെ കൂടെ പഠിക്കുന്നതിന്റെ ജാള്യതയൊന്നും പൂർണിമയ്ക്കില്ല. ഒരിക്കൽ മുടങ്ങിയ പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പൂർണിമ. വളരെ സന്തോഷത്തിലാണ്. പഠിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നമ്മളോട് നന്നായിട്ട് ഇടപഴകുന്ന കൂട്ടത്തിലാണ്. നമ്മളിപ്പോ അവര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ന്യൂസിലൊക്കെ എല്ലാവരും ഇങ്ങനെ അമ്മയും മോനും ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവര് പറയണേ എന്റെ അമ്മയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. അപ്പൊ ഭയങ്കര സന്തോഷം. അവരുടെ ക്ലാസ്സിലുള്ളത് അവർക്ക് ഭയങ്കര പ്രൗഡാന്നൊക്കെ പറയുന്നത്. വീട്ടുകാര്യങ്ങളും അടുക്കള കാര്യങ്ങളും എല്ലാം ചെയ്തു തീർത്ത് 2 മക്കളിൽ ഇളയവനും പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വൈഭവ് ദേവിനെ സ്കൂളിലും പറഞ്ഞയച്ചതിനു ശേഷമാണ് ഉച്ചഭക്ഷണവുമായി ഈ അമ്മയുടെയും മൂത്ത മകന്റെയും ഒരുമിച്ചുള്ള കോളേജ് യാത്ര. വൈകിട്ടും ഒന്നിച്ചാണ് മടക്കം. എല്ലാറ്റിനും പിന്തുണയായി ഭർത്താവ് KS ബിനുവും കൂടെയുണ്ട്. കോതമംഗലം KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ് ബിനു. പൂർണിമയുടെ നിശ്ചയദാർഢ്യം പല കാരണങ്ങളാൽ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെയെന്നും കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെയെന്നും MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറഞ്ഞു. 2 പേരും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അപൂർവത കൂടിയാണ് മാർ അത്തനേഷ്യസ് കോളേജിൽ ഇപ്പോൾ ഉള്ളത്. പൂർണിമയുടെ നിശ്ചയദാർഢ്യം ഇതുപോലെ പഠനം ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരാശംസയാണ് കോളേജിനുള്ളത്. കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെ. ന്യൂസ് 18 കോതമംഗലം. കണ്ണൂർ ധർമ്മടത്ത് JC സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ലീഡർ തെരഞ്ഞെടുപ്പ് വേറിട്ടൊരു അനുഭവമായി. ഇലക്ഷൻ അർജന്റ് വാഹനം നിരനിരയായി മുറ്റത്തെത്തി. ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ പോലീസും ഉണ്ടായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, വോട്ടെടുപ്പ് എന്നിങ്ങനെ പൊതു തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച തിരഞ്ഞെടുപ്പ്.
അത്യന്തം ആവേശകരമായ പ്രചാരണം ഉൾപ്പെടെ നടത്തിയ തിരഞ്ഞെടുപ്പ്. എന്നാൽ ഇവിടെ മത്സരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല, വിദ്യാർത്ഥികൾ തമ്മിൽ. ധർമ്മടം JSC സ്പെഷ്യൽ സ്കൂളിലായിരുന്നു ഇത്തരമൊരു വേറിട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള പാഠങ്ങൾ പ്രായോഗികമായി നൽകാനാണ് സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് വേറിട്ട രീതിയിൽ നടത്തിയതെന്ന് PTA പ്രസിഡന്റ് ഡോക്ടർ KS സുരേഷ് കുമാർ. കുട്ടികൾക്ക് അവരുടെ ജനാധിപത്യ ബോധം വളർത്താനും അവർക്കൊരു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് ഈ സ്കൂളിൽ ഇലക്ഷൻ നടക്കുന്നത്. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് നുസ്രത്ത് ജഹാൻ മാങ്ങ ചിഹ്നത്തിലും, AT സജീർ പൂമ്പാറ്റ ചിഹ്നത്തിലും, ചിജേഷ് റോസാപ്പൂ ചിഹ്നത്തിലുമാണ് മത്സരിച്ചത്. കുട്ടികളിൽ സ്വയം വോട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസം വളർത്താനായാണ് ഇത്തരമൊരു വോട്ടെടുപ്പ് നടത്തിയതെന്ന് JSC സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ MC മോഹൻ പറഞ്ഞു. ഓരോ ഭാരതീയന്റെയും മൗലിക അവകാശമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനുള്ളത്. നമ്മുടെ സ്കൂളിലെ ഈ വിദ്യാലയത്തിലെ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ ഏതാണ്ട് 140 ആൾ. അവർക്കും ഈ ഒരു അവകാശം ഉണ്ടെന്ന് അവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവബോധത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. 3 സ്ഥാനാർത്ഥികളുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്നും അവർക്കും തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ സ്ഥാനമുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇലക്ഷൻ എന്ന JSC സ്പെഷ്യൽ സ്കൂൾ ഭാരവാഹിയായ TK രജീഷും പ്രിൻസിപ്പൽ ശോഭനയും പറഞ്ഞു. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് തന്നെ അനുഭവാധിഷ്ഠിതമായിരിക്കണം, പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഓരോന്നും അനുഭവിച്ചറിയിക്കുമ്പോൾ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്താണ്, ഒരു സ്ഥാനാർത്ഥി എന്താണ്, ഒരു വോട്ടറിന്റെ അവകാശം എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ, വകുപ്പ് മേധാവികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും സമ്മതിദാനാവകാശം ഉപയോഗിച്ചു. ന്യൂസ് 18 കണ്ണൂർ. സ്വർണ്ണവേലി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 7,680 രൂപ, പവന് 61,440 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ, കിലോഗ്രാമിന് 1,21,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.